നമുക്കിന്ന് പഠിക്കാനുള്ളത് കമ്പ്യൂട്ടറിന്റെ ഹിസ്റ്ററിയെ കുറിച്ചാണ്. അപ്പോൾ ഒന്നാമത്തെ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കാണും. ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് കമ്പ്യൂട്ടറിന്റെ ഹിസ്റ്ററിയെ കുറിച്ചാണ്. അപ്പോൾ കമ്പ്യൂട്ടറിന്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ഉള്ളതുപോലെ തന്നെ ഒരു ചരിത്രം കമ്പ്യൂട്ടറിനും ഉണ്ട്. അത് ഈ കമ്പ്യൂട്ടർ ഇന്നത്തെ രൂപത്തിൽ എത്താൻ ഒരുപാട് പേരുടെ ഒരുപാട് വർഷങ്ങൾ കൊണ്ടുള്ള പരിശ്രമം അതിന്റെ പിന്നിലുണ്ട്. കൂട്ടായും ഒറ്റയ്ക്കായിട്ടും ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരുപാട് കാലക്രമേണ മാറ്റങ്ങൾ ഇങ്ങനെ ഗ്രാജുവലായിട്ട് വരുത്തിയാണ് ഇന്നത്തെ നമ്മുടെ മുന്നിലിരിക്കുന്ന കമ്പ്യൂട്ടറിന്റെ രൂപത്തിലേക്ക് അത് എത്തിച്ചേർന്നത്. ആ ചരിത്രത്തിലേക്ക് നമുക്ക് ഓടിച്ചൊന്ന് കണ്ണോടിക്കാം. നമുക്ക് ആ ചരിത്രം പഠിക്കാം. അപ്പൊ കമ്പ്യൂട്ടറിന്റെ ഹിസ്റ്ററിയിൽ ആദ്യം നമുക്ക് പഠിക്കേണ്ടത് കമ്പ്യൂട്ടർ ആദ്യം എന്തിനു ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ ആദ്യം ഉപയോഗിച്ചിരുന്നത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ്, കണക്ക് കൂട്ടാൻ വേണ്ടി മാത്രം, കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു പണ്ട് ഉപയോഗിച്ചിരുന്നത്. ആ കണക്ക് കൂട്ടാൻ എന്താണ് മാർഗം എന്നുള്ള ഒരു എന്താണ് അതിനുള്ള ഒരു വഴി എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഓരോ കണക്ക് കൂട്ടുന്ന യന്ത്രം അല്ലെങ്കിൽ കാൽക്കുലേറ്റർ രൂപം കൊണ്ടത്. അപ്പൊ ഈ കാൽക്കുലേഷൻ എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് എന്ന് പറയുന്ന വാക്ക് വന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. അപ്പോ ലാറ്റിൻ ഭാഷയിലെ കാൽക്കുലസ് എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. അപ്പൊ ലാറ്റിൻ ഭാഷയിൽ കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? കല്ല്, സ്റ്റോൺ. കാര്യം പണ്ട് കാലത്ത് കണക്ക് കൂട്ടാൻ ഉപയോഗിച്ചിരുന്നത് കല്ലുകളായിരുന്നു. ഇങ്ങനെ കല്ലുകൾ പറക്കി വെക്കും. കുറെ പശുക്കളുണ്ട്, പശുക്കളെ വളർത്തുകയാണ്. ആ പശുക്കളെ നേരെ പുല്ല് മേയുന്നതിന് വേണ്ടി കാട്ടിലേക്ക് വിടുന്നു. അപ്പോ കണക്ക് കൂട്ടാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല. പശു തിരിച്ചു വരുമ്പോ ഓരോ പശുവിനെയും റെപ്രസെന്റേറ്റ് ചെയ്ത് ആ കല്ലുകൾ തിരിച്ചെടുത്ത് വെക്കും, ബാക്കി വെക്കും. പിന്നെ കല്ലുകൾ പറക്കി വെക്കും. അപ്പോ ഇതിൽ കല്ലുകൾ മിച്ചമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പശുക്കൾ ഇനിയും വരാനുണ്ട്. അങ്ങനെ അപ്പൊ അന്ന് അല്ലാതെ ഒരു നമ്പർ സിസ്റ്റം അന്ന് നിലവിലില്ലായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ ആളുകൾ കണക്ക് കൂട്ടാൻ ഉപയോഗിച്ചിരുന്നത് കല്ലുകളായിരുന്നു. അങ്ങനെ ലാറ്റിൻ ഭാഷയിൽ കല്ലിനെ പറയുന്ന പേരാണ് കാൽക്കുലസ്. അപ്പൊ ലാറ്റിൻ ഭാഷയിലെ കാൽക്കുലസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് കാൽക്കുലേറ്റ് എന്ന് പറയുന്ന പദം ഉണ്ടായത്. The word calculate comes from the Latin word calculus, which means to stop, കല്ല്. അപ്പൊ ഇവിടെ അടുത്ത നമ്മൾ പറയുമ്പോ പിന്നെ ഒരു കാൽക്കുലേറ്റിംഗ് യന്ത്രം നിർമ്മിച്ചത് അല്ലെങ്കിൽ ഒരു മെഷീൻ എന്ന് പറയാവുന്ന ഒരു സംഗതി നിർമ്മിച്ചത് ചൈനക്കാരാണ്. About 2500 years ago, 2500 വർഷങ്ങൾക്ക് മുമ്പ് ചൈനീസ് ഇൻവെന്റഡ് എ മെക്കാനിക്കൽ മെഷീൻ. ഈ മെക്കാനിക്കൽ മെഷീൻ എന്ന് പറയുമ്പോൾ ഒരു വലിയ സങ്കീർണമായ ഒരു മെഷീൻ, കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മെഷീൻ ഒന്നും നമ്മൾ സങ്കല്പിക്കരുത്. ഒരു റെക്ടാങ്കുലാർ ഫ്രെയിം, അതിലിങ്ങനെ സ്ട്രിങ്ങുകൾ, അതിൽ ബീഡ്സ്, മുത്തുകൾ. അപ്പൊ ഇന്ന് കുട്ടികള് കുഞ്ഞുനാളില് എണ്ണാൻ പഠിക്കുന്ന സ്ലേറ്റ് പോലെ അതിലെ മുത്തുകൾ ഇങ്ങനെ ബീഡ്സുകൾ ഇങ്ങനെ നീക്കി പഠിക്കുന്നത് പോലെ അന്ന് ചൈനീസ് ബിൽഡ് ചെയ്ത ആ പറയുന്ന ആദ്യത്തെ കണക്ക് കൂട്ടുന്ന യന്ത്രത്തിന്റെ പേരാണ് അബാക്കസ്. അപ്പൊ ചൈനീസുകാര് 2500 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ച അല്ലെങ്കിൽ നിർമ്മിച്ച ആ കാൽക്കുലേറ്റിംഗ് മെഷീനെ നമുക്ക് ഫസ്റ്റ് മെക്കാനിക്കൽ കാൽക്കുലേറ്റിംഗ് മെഷീനായിട്ട് കൺസിഡർ ചെയ്യാം അല്ലെങ്കിൽ പരിഗണിക്കാം. ആദ്യത്തെ മെക്കാനിക്കൽ കാൽക്കുലേറ്റിംഗ് മെഷീനായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് ആരെയാണ്? അബാക്കസിനെ. ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ച ആ അബാക്കസിന്റെ ഇന്നത്തെ രൂപമാണ് ഞാൻ രൂപം കാണിച്ചു തരാൻ. ഞാൻ അബാക്കസ് കണ്ടതാണ് അന്ന് ഇങ്ങനെ ഒരു റെക്ടാങ്കുലർ ഫ്രെയിം, ഇങ്ങനെ സ്ട്രിങ് ഇങ്ങനെ കാണും, പിന്നെ അതിൽ ബീഡ്സ് കാണും. ഇന്ന് കുട്ടികൾ കാൽക്കുലേഷൻ
അല്ലെ. ഇത് അബാക്കസ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അബാക്കസ് എന്ന് പറയുന്ന പല ക്ലാസ്സുകളും നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇപ്പൊ അല്ലാതെ കുട്ടികളെ ഈ മുത്തുകൾ വെച്ചിട്ട് കൗണ്ടിങ് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇതാണ് അബാക്കസ്. അബാക്കസ് എല്ലാവരും കണ്ടല്ലോ. അബാക്കസ് ഇത് ആര് കണ്ടുപിടിച്ചു? ഒരാളുടെ പേര് പറയാൻ പറ്റില്ല. ചൈനക്കാർ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ചൈനക്കാർ നിർമ്മിച്ചു. ആ അബാക്കസ് അവിടെ തുടങ്ങിയാണ് കാൽക്കുലേറ്റിംഗ് യന്ത്രങ്ങളുടെ ചരിത്രം. അത് കഴിഞ്ഞ് രംഗത്ത് വന്നത് ജോൺ നാപ്പിയർ ആണ്. ജോൺ നാപ്പിയർ 1614 ജോൺ നാപ്പിയർ ലോഗരിതം കണ്ടുപിടിച്ചു, ലോഗരിതം ഉണ്ടാക്കി, അത് പബ്ലിഷ് ചെയ്തു. അങ്ങനെയുള്ള മിടുക്കനായ ഈ പറയുന്ന നമ്മുടെ ജോൺ നാപ്പിയർ അദ്ദേഹം ഒരു കാൽക്കുലേറ്റിംഗ് മെഷീൻ ഉണ്ടാക്കി. രസകരമായിരുന്നു ആ കാൽക്കുലേഷൻ മെഷീന്റെ കഥ. ആ കാൽക്കുലേറ്റിംഗ് മെഷീൻ ഉണ്ടാക്കിയത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വളരെ സങ്കീർണമായ യന്ത്രങ്ങൾ കൊണ്ടോ മെഷീനുകൾ കൊണ്ടോ ഒന്നുമല്ല. അതുണ്ടാക്കിയത് എല്ലുകൾ കൊണ്ടായിരുന്നു, ബോണുകൾ കൊണ്ടായിരുന്നു ആ കാൽക്കുലേറ്റിംഗ് മെഷീൻ ഉണ്ടാക്കിയത്. ആ ബോണുകൾ കൊണ്ടാണ്, അല്ലെങ്കിൽ എല്ലുകൾ പറക്കിയെടുത്ത് അദ്ദേഹം ഒരു കാൽക്കുലേഷൻ മെഷീൻ ഉണ്ടാക്കി. അത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ പറ്റുമായിരുന്നു. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ സഹായകരമായ എത്രത്തോളം അത് ഭംഗിയായി ചെയ്യാമെന്ന് നമുക്ക് ഉറപ്പില്ല. എങ്കിലും ആ പറയുന്ന എല്ലുകൾ പറക്കിയെടുത്തൊരു യന്ത്രം ഉണ്ടാക്കി. ആ യന്ത്രം മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കഴിയുമായിരുന്നു. ആ യന്ത്രത്തിന് ഒരു നിക്നെയിം ഇട്ടിരുന്നു. നിക്നെയിം ഉണ്ട്, നാപ്പിയേഴ്സ് ബോൺ എന്ന് അദ്ദേഹത്തെ ആൾക്കാർ വിളിച്ചു. നാപ്പിയേഴ്സ് ബോൺ. ആ യന്ത്രത്തെ നാപ്പിയേഴ്സ് ബോൺ എന്ന് വിളിച്ചു. ആൾക്കാർ വിളിച്ചു നാപ്പിയേഴ്സ് ബോൺ. ആ യന്ത്രത്തെ നാപ്പിയേഴ്സ് ബോൺ എന്ന് വിളിച്ചു. അതും ഒരു കാൽക്കുലേറ്റിംഗ് യന്ത്രമായിരുന്നു. ആ സമയത്താണ് ഇദ്ദേഹം സ്കോട്ടിഷുകാരനാണ്. നമ്മുടെ ജോൺ നാപ്പിയർ സ്കോട്ടിഷുകാരനാണ്. അതുപോലെ ആ സമയത്ത് ഒരു ഫ്രഞ്ച് പോയി, അദ്ദേഹത്തിന്റെ അച്ഛൻ ടാക്സ് കളക്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. ടാക്സ് ഒക്കെ കരമൊക്കെ പിരിക്കുന്ന ഒരാളായിരുന്നു. അച്ഛൻ കണക്ക് കൂട്ടാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുന്നത് കണ്ട് ആ 18 പേരാണ് പാസ്കലൈൻ. പാസ്കലൈൻ എന്ന് പറയുന്ന ഒരു കാൽക്കുലേറ്റിംഗ് മെഷീൻ അദ്ദേഹം ഉണ്ടാക്കി. ആ അത്ഭുതകരമായി ഉണ്ടാക്കി. വളരെ കറക്റ്റായിട്ട് കണക്ക് കൂട്ടാനൊക്കെ പറ്റുമായിരുന്നു. മൾട്ടിപ്ലിക്കേഷനും അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ കഴിയുന്ന ഒരു കാൽക്കുലേറ്റിംഗ് മെഷീൻ. അപ്പോ അദ്ദേഹം 1642 ബ്ലൈസ് പാസ്കൽ അത് നിർമ്മിച്ചത്. അന്ന് അദ്ദേഹത്തിന് 18 വയസ്സ് മാത്രം. അപ്പോ ഫസ്റ്റ് പ്രാക്ടിക്കൽ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ഫസ്റ്റ് പ്രാക്ടിക്കൽ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. അതിന്റെ പേരെന്താണ്? പാസ്കലൈൻ. അത് കണ്ടുപിടിച്ചത് ആരാണ്? ബ്ലൈസ് പാസ്കൽ. അപ്പൊ ആ ബ്ലൈസ് പാസ്കൽ ആണ് അത് കണ്ടുപിടിച്ചത്. ഇതിൽ നമുക്ക് നോക്കിയാൽ എന്താണ്? സീരീസ് ഓഫ് ഇന്റർലോക്ക് കോക്സ് കൊണ്ടാണ് നിർമ്മിച്ചത്. ആ സീരീസ് ഓഫ് ഇന്റർലോക്കിംഗ് കോക്സ് എന്ന് പറയുമ്പോൾ അതിന് ഗിയർ വീൽസ് വിത്ത് ടീസ് അറൌണ്ട് ദെയർ ഔട്ടർ എഡ്ജസ്. നമ്മുടെ സൈക്കിളിന്റെ ഒക്കെ ഈ ചെയിനൊക്കെ ഇട്ടിരിക്കുന്ന വീല് പോലെ ആ ഇന്റർലോക്കിംഗ് കോക്സുകൾ കൊണ്ടാണ് അദ്ദേഹം അത് നിർമ്മിച്ചത്. ഗിയർ വീൽസ് വിത്ത് ടീസ് ആൻഡ് ദെയർ ഔട്ടർ എഡ്ജസ് ഒക്കെ വെച്ചിട്ട് ഒരു കാൽക്കുലേറ്റിംഗ് മെഷീൻ ഉണ്ടാക്കി. അത് വളരെ ഫേമസ് ആയി. അതിനെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തുകൊണ്ട് ആ കാൽക്കുലേറ്റിംഗ് മെഷീനെ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്തുകൊണ്ട് ലെബനിസ് 1671 ലെബനിസ് ഈ പറയുന്ന ഇതിന്റെ ഇൻസ്റ്റെഡ് ഓഫ് യൂസിംഗ് കോക്സിന് പകരം ഇന്റർലോക്കിംഗ് കോക്സിന് പകരം അദ്ദേഹം എന്ത് ചെയ്തു? ആ സ്ഥലത്ത് സ്റ്റെപ്ഡ് ഡ്രം ആ ഇന്റർലോക്കിംഗ് കോക്സ് മാറ്റിക്കൊണ്ട് അതിന്റെ സ്റ്റെപ്ഡ് ഡ്രം ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ആ സെയിം തന്നെ ഏകദേശം നമ്മുടെ ഈ നമ്മുടെ ഈ പാസ്കലൈനെ പോലെ പാസ്കൽ നിർമ്മിച്ച പാസ്കലൈന്റെ സെയിം മോഡൽ തന്നെ അവിടെ ഈ പറയുന്ന ഇന്റർലോക്കിംഗ് കോക്സ് മാറ്റിക്കൊണ്ട് അതിന് പകരം സ്റ്റെപ്ഡ് ഡ്രം മാറ്റിക്കൊണ്ട് പുതിയ ഒരു കാൽക്കുലേറ്റിംഗ് മെഷീൻ ആരുണ്ടാക്കി?
ലെബനീസ് ഉണ്ടാക്കി. ഇതൊരു 300 വർഷത്തോളം ഇതായിരുന്നു ആൾക്കാർ കാൽക്കുലേഷൻ ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത്. അത് 300 വർഷത്തോളം നിലനിന്നു. അത്രയ്ക്ക് അന്നത്തെ. അപ്പോ അതിന്റെ മാറ്റങ്ങൾ, ഹിസ്റ്ററി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ചരിത്രം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ജോസഫ് ജാക്വേർഡ്. ഈ ജോസഫ് ജാക്വേർഡ് അദ്ദേഹം തന്റെ ഈ ലൂംസില്, തറിയില്ല, ഈ തറിയുണ്ട് നെയ്യാൻ ഉപയോഗിക്കുന്ന തറിയില്ല, അതിന്റെ മോഡലെല്ലാം, അതിന്റെ ഡിസൈൻ എല്ലാം അദ്ദേഹം മെമ്മറിയിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടി, ആ മെഷീന്റെ മെമ്മറിയിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? പഞ്ച്ഡ് കാർഡ് ഉപയോഗിച്ചു. പഞ്ച്ഡ് കാർഡ്, ഈ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി പഞ്ച്ഡ് കാർഡ് അദ്ദേഹം ഉപയോഗിച്ചു. ഈ പറയുന്ന ഈ പെൻഡ്രൈവും അതുപോലെ സിഡിയും അതുപോലെ ഫ്ലോപ്പി ഡിസ്കറ്റും ഒക്കെ വരുന്നതിന് മുമ്പ് ഡാറ്റ സ്റ്റോർ ചെയ്യുവാൻ ഉപയോഗിച്ചിരുന്നു പഞ്ച്ഡ് കാർഡ്. ആദ്യം ഉപയോഗിച്ചിരുന്നത് ജോസഫ് ജാക്വേർഡ്. കമ്പ്യൂട്ടറിലല്ല അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്, കാൽക്കുലേറ്ററിലല്ല അദ്ദേഹത്തിന് ലൂമിലാണ് ഉപയോഗിച്ചിരുന്നത്. ലൂംസില് അദ്ദേഹം ഉപയോഗിച്ചു. ആ സമയത്ത് അടുത്തതായി രംഗത്ത് വരുന്നു ബ്രിട്ടീഷുകാരനായ ചാൾസ് ബാബേജ്. ഈ ചാൾസ് ബാബേജിനെ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നു. ചാൾസ് ബാബേജ് ആണ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്നത്. ഇപ്പൊ നമുക്ക് റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണി എന്നും, അല്ലെങ്കിൽ ടെലിഫോൺ കണ്ടുപിടിച്ചത് ഗ്രഹാം എന്നൊക്കെ പറയാം. പക്ഷെ അതുപോലെ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ആര് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാര്യം അത് ഒരുപാട് പേരുടെ കൂട്ടായ പല ശ്രമം കൊണ്ട് അവസാനം കമ്പ്യൂട്ടർ ആയതാണ്. അപ്പൊ അവിടെ എന്നാൽ ഇന്നത്തെ കമ്പ്യൂട്ടറിന്റെ ഒക്കെ ഏകദേശ രൂപം പോലെ എന്ന് വെച്ചാൽ ഒരു ഡാറ്റ, ഒരു ഇൻപുട്ട് ചെയ്യാനുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ അത് പ്രോസസ് ചെയ്യാനുള്ള കാര്യങ്ങളും, ഔട്ട്പുട്ടും, അതുപോലെ തന്നെ മെമ്മറിയും ഒക്കെ ഉള്ള ഒരു ഇന്നത്തെ 4 പറയുന്ന ഘടകങ്ങളുള്ള ഒരു കമ്പ്യൂട്ടറിന്റെ രൂപം പണ്ട് ആദ്യമായിട്ട് സെറ്റ് ചെയ്തത് ആരായിരുന്നു? ചാൾസ് ബാബേജ് ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് വിളിക്കാം ഫാദർ ഓഫ് കമ്പ്യൂട്ടർ. 1822 അദ്ദേഹം നിർമ്മിച്ച ആ കുട്ടൻ മെഷീന്റെ പേരാണ് ഡിഫറൻസ് എഞ്ചിൻ. അപ്പൊ ഈ ഡിഫറൻസ് എഞ്ചിൻ എന്ന് പറയുന്നത് ഇതിന് 4 ഭാഗങ്ങളായിരുന്നു ഇൻപുട്ട്. ഇപ്പൊ ഇന്നത്തെ ഇൻപുട്ട് പോലെ എന്ന് വിചാരിക്കും, നമ്മുടെ പഞ്ചിന് കാർഡായിരിക്കാം. അതുപോലെ തന്നെ ഇന്നത്തെ പ്രോസസിംഗ് യൂണിറ്റ് ആയിട്ട് നിങ്ങൾ സങ്കല്പിക്കരുത് ഇന്റലിന്റെ ഒക്കെ പ്രോസസിംഗ് യൂണിറ്റ്. അപ്പൊ അതുപോലെയുള്ള പ്രോസസറായിട്ട് നിങ്ങൾ i3 സങ്കല്പിക്കരുത്. മിൽ എന്നറിയപ്പെടുന്ന പ്രോസസിംഗ് മെക്കാനിക്കൽ മെഷീനാണ്, ഇലക്ട്രോണിക് അല്ല. അപ്പോ അദ്ദേഹം പ്രോസസിംഗ് യൂണിറ്റ് ഉണ്ട്. പിന്നെ അതിന് ഔട്ട്പുട്ട് ഉണ്ട്. ഇന്നത്തെ മോണിറ്റർ നിങ്ങൾ സ്വപ്നം കാണുന്നത് ഇന്നത്തെ മോണിറ്റർ അല്ല. കാര്യം ഈ ഔട്ട്പുട്ട് പ്രിന്റ് ആയിട്ടായിരുന്നു വരുന്നത്, പ്രിന്റിംഗ് ആയിട്ട്. അപ്പോ മെമ്മറി ഇന്നത്തെ പോലെ ഹ്യൂജ് മെമ്മറി ഒന്നുമില്ല. അപ്പോ 4 ഘടകങ്ങൾ ഇന്നത്തെ കമ്പ്യൂട്ടർ നിർമ്മിച്ചതുപോലെ അതിന് 4 കാര്യങ്ങൾ ഉണ്ടായിരുന്നു, 4 ഘടകങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തെ കമ്പ്യൂട്ടറിന്റെ ഇന്ന് അതിന്റെ അതേ വിഷനാണ് ഇന്നത്തെ കമ്പ്യൂട്ടറും. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് വിളിക്കാം. ഇതിന്റെ പ്രത്യേകത ഇപ്പൊ നേരത്തെ പോലെ അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ മാത്രമല്ല, കോംപ്ലക്സ് അരിത്മെറ്റിക് കാൽക്കുലേഷൻസ് ഇതിൽ ചെയ്യാം. ആരാ ബിൽറ്റ് ചെയ്ത? നമ്മുടെ ചാൾസ് ബാബേജ് ബിൽറ്റ് ചെയ്ത ഈ പറയുന്ന കാൽക്കുലേറ്ററിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഡിഫറൻസ് എഞ്ചിനിൽ അത് നമുക്ക് കോംപ്ലക്സ് അരിത്മെറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യാം. 1050ഓളം കാര്യങ്ങൾ നമുക്ക് സൂക്ഷിച്ചു വെക്കാം, അത്ര മെമ്മറിയിൽ സൂക്ഷിക്കാം. അപ്പൊ അത്ര കാര്യങ്ങളുണ്ടാവും. ഇതുവരെ വന്ന ആ ഹിസ്റ്ററിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി കൂടുതൽ ഒരു സ്റ്റെപ്പിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടമായിരുന്നു ചാൾസ് ബാബേജ് നടത്തിയത്. അപ്പോ അദ്ദേഹത്തെ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നു. ഓർത്തോണം, ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ എന്നല്ല ഞാൻ പറഞ്ഞത്, ഫാദർ ഓഫ് കമ്പ്യൂട്ടർ. ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആയി എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ് ആണ്. അതേപോലെ തന്നെ അടുത്ത ഒരു കമ്പ്യൂട്ടർ നിർമ്മിച്ചു. അതിന്റെ പേരാണ് അനലിറ്റിക്കൽ എഞ്ചിൻ.
അപ്പൊ അനലിറ്റിക്കൽ എഞ്ചിൻ എന്ന് പറയുമ്പോൾ ആ അനലിറ്റിക്കൽ എഞ്ചിന് കാൽക്കുലേറ്റർ എന്നുള്ള പേരിൽ നിന്ന് മാറി കമ്പ്യൂട്ടർ എന്നുള്ള ഒരു പേരിലേക്ക് വരാൻ കാരണം കാൽക്കുലേറ്ററും കമ്പ്യൂട്ടറുമായിട്ടുള്ള വ്യത്യാസം. ഇപ്പോ കാൽക്കുലേറ്റർ ആണെങ്കിൽ അപ്പോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. പക്ഷേ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിങ്ങിന് പറ്റും. അപ്പോ അതാണ് ഈ ഡിസിഷൻ കിട്ടിയ ഡേറ്റയിൽ നിന്നും അല്ലെങ്കിൽ പ്രോസസ് ചെയ്തു വന്ന ആ ഔട്ട്പുട്ടിൽ നിന്നുകൊണ്ട് അതിന് ഡിസിഷൻ മേക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള മെഷീനെയാണല്ലോ നമ്മൾ കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നത്. അത്തരം ഒരു മെഷീൻ ആയിരുന്നു അനലിറ്റിക്കൽ എഞ്ചിൻ. അത് നമ്മൾ ആരോട് നന്ദി പറയണം? ചാൾസ് ബാബേജിനോട്. അദ്ദേഹം വളരെ വളരെ വിഷമഘട്ടത്തിൽ ബുദ്ധിമുട്ടിൽ കടന്നു വന്നപ്പോഴാണ് അദ്ദേഹം കടന്നു വന്ന ആ ചുറ്റുപാടിൽ കൂടെ കടന്നു വന്നതാണ്. അദ്ദേഹത്തെ അപ്പോൾ സഹായിക്കാൻ അന്നത്തെ കവിയുടെ മകളായ ആദാഗസ്ത രംഗത്ത് വന്നിരുന്നു. ഈ ആദാഗസ്തയാണ് ആദ്യത്തെ വനിതാ പ്രോഗ്രാമർ എന്ന് പറയുന്ന ലേഡി പ്രോഗ്രാമർ. അവർ നിർമ്മിച്ച ആ പറയുന്ന ലാംഗ്വേജിനെ, കമ്പ്യൂട്ടർ ലാംഗ്വേജിനെ ആദ എന്നറിയപ്പെടുന്നു. US ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് യുഎസിലെ ഡിഫൻസ് പ്രതിരോധ ഡിപ്പാർട്ട്മെന്റ് അത് ഉപയോഗിച്ചിരുന്നു. ആ പ്രോഗ്രാം ആദാഗസ്ത അന്നത്തെ ലേഡി പ്രോഗ്രാമറാണ്. ആദ്യത്തെ ലേഡി പ്രോഗ്രാമറാണ് എന്ന് നമുക്ക് പറയാം. കമ്പ്യൂട്ടർ ലാംഗ്വേജിന്റെ ലേഡി പ്രോഗ്രാമറാണ് അത്. ആദ എന്നായിരുന്നു ആ പറയുന്ന ലാംഗ്വേജിന്റെ പേര്. അത് നമ്മുടെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് US ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് അത് യൂസ് ചെയ്തിരുന്നു. അങ്ങനെ പഠിക്കാനുള്ളത് ഹെർമൻ ഹോൾഡ്രിത്തിനെ കുറിച്ചാണ്. ഈ ഹെർമൻ ഹോൾഡ്രിത്ത് എന്ന് പറയുന്നത് അമേരിക്കൻ സ്റ്റാറ്റിസ്റ്റിഷ്യൻ ആയിരുന്നു. അദ്ദേഹം 1860 കാലഘട്ടത്തിൽ 1929 കാലഘട്ടത്തിലാണ്. അപ്പൊ അദ്ദേഹം ഹെർമൻ ഹോൾഡ്രിത്ത് എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധനാണ്. അദ്ദേഹമാണ് വേൾഡ്സ് ഫസ്റ്റ് പ്രാക്ടിക്കൽ കാൽക്കുലേറ്റിംഗ് മെഷീൻ, ലോകത്തിലെ ഫസ്റ്റ് പ്രാക്ടിക്കൽ കാൽക്കുലേറ്റിംഗ് മെഷീൻ ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന്റെ ആ മെഷീനെ പറയുന്ന പേര് ടാബുലേറ്റർ എന്നായിരുന്നു ആ മെഷീനെ വിളിച്ചിരുന്നത്. വിച്ച് ഈസ് കാൾഡ് ടാബുലേറ്റർ. ഈ ടാബുലേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേൾഡ്സ് ഫസ്റ്റ് പ്രാക്ടിക്കൽ കാൽക്കുലേറ്റിംഗ് മെഷീൻ ആണ്. പിന്നെ അതുപോലെ ടു ഹെൽപ്പ് കമ്പൈൻ സെൻസസ് ഡേറ്റ. ഇത് അന്നത്തെ കാലത്ത് സെൻസസ് ഡേറ്റയൊക്കെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി വളരെയധികം പ്രയോജനപ്പെട്ട ഒരു കമ്പ്യൂട്ടർ ആയിരുന്നു. ഇതിനെ വിളിച്ചിരുന്നത് ടാബുലേറ്റർ. ഇത് ഫസ്റ്റ് ഇത് അറിയപ്പെടുന്നത് ലോകത്തിലെ ആദ്യത്തെ പ്രാക്ടിക്കൽ കാൽക്കുലേറ്റിംഗ് മെഷീൻ ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. വിച്ച് ഈസ് കോൾഡ് ദി ടാബുലേറ്റർ. ഇറ്റ് ഹെൽപ്പ് എന്താണ് കമ്പൈൻ സെൻസസ് ഡേറ്റ. സെൻസസ് ഡേറ്റ കമ്പൈൻ ചെയ്യുന്നതിന് വേണ്ടി വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു മെഷീനാണിത്. അദ്ദേഹത്തിന് വേറൊരു കാര്യമില്ല. അദ്ദേഹത്തിന് ഇൻവെന്റർ ഓഫ് പഞ്ച്ഡ് കാർഡ് ടാബുലേറ്റിംഗ് മെഷീൻ. ഇൻവെന്റർ ഓഫ് പഞ്ച്ഡ് കാർഡ് ടാബുലേറ്റിംഗ് മെഷീൻ എന്ന് വെച്ചാൽ പഞ്ച്ഡ് കാർഡ് ആദ്യമായിട്ട് ഉപയോഗിച്ച ടാബുലേറ്റിംഗ് മെഷീനിൽ ഉപയോഗിച്ച ആളാണ് അദ്ദേഹം. അതിന്റെ ആദ്യമായിട്ട് പഞ്ച്ഡ് കാർഡ് ടാബുലേറ്റിംഗ് മെഷീൻ കണ്ടെത്തിയ അല്ലെങ്കിൽ കണ്ടുപിടിച്ച ആളായിട്ടും ഇദ്ദേഹം അറിയപ്പെടുന്നു. പേരൊന്നുകൂടെ ഓർക്കുക, ഹെർമൻ ഹോൾഡ്രിത്ത്. ഇദ്ദേഹം ടാബുലേറ്റിംഗ് മെഷീൻ കമ്പനി തുടങ്ങി. ഒരു ടാബുലേറ്റിംഗ് മെഷീൻ അദ്ദേഹത്തിന്റെ ഒരു ഫേമാണ് ടാബുലേറ്റിംഗ് മെഷീൻ കമ്പനി. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതുപോലത്തെ ഒരുപാട് കമ്പനികളെ അതുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് യോജിച്ചു പോകുന്ന കുറെ കമ്പനികളെ മെർജ് ചെയ്തുകൊണ്ട് യോജിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വലിയ ഇന്റർനാഷണൽ കമ്പനി തുടങ്ങി. ആ കമ്പനിയുടെ 1924 വേൾഡ് ഫേമസ് ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻസ് IBM അന്ന് IBMന്റെ കമ്പ്യൂട്ടർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ അഭിമാനത്തോടു കൂടി ആൾക്കാർ പറഞ്ഞിരുന്നതാണ് IBM ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ. ഒരുപാട് ടാബുലേറ്റിംഗ് മെഷീൻ കമ്പനികളെ യോജിപ്പിച്ചുകൊണ്ട് മെർജ് ചെയ്തുകൊണ്ട് അദ്ദേഹം 1924 തുടങ്ങിയാണ് IBM എന്ന് പറയുന്ന ടാബുലേറ്റിംഗ് മെഷീൻ കമ്പനി.
Mission Company, International Business Missions. Mark 1 computer എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടറാണ് Mark 1. ഈ Mark 1 എന്നാണ് അറിയപ്പെടുന്നത്. അത് 1937 1944 കാലഘട്ടമാണ് അതിനുള്ളത്. 1937 1944 കാലഘട്ടം. അപ്പോൾ ഓർത്തോളാം. അപ്പോൾ ഈ ഹൊവാർഡ് യൂണിവേഴ്സിറ്റിയാണ് ഡെവലപ്പ് ചെയ്തത്. ഈ Mark 1 എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ഹൊവാർഡ് യൂണിവേഴ്സിറ്റി. ഹൊവാർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഐക്കൺ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഹൊവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഹൊവാർഡ് ഐക്കൺ ആണ് ഈ Mark 1 എന്ന് പറയുന്ന ഈ കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്ത് എടുത്തത്. ഇത് വേറെ പേര് ഓട്ടോമാറ്റിക് സീക്വൻസ് കൺട്രോൾഡ് കാൽക്കുലേറ്റർ. ഓട്ടോമാറ്റിക് സീക്വൻസ് കൺട്രോൾ കാൽക്കുലേറ്റർ എന്നും ഇത് അറിയപ്പെടും. ഓട്ടോമാറ്റിക് സീക്വൻസ് കൺട്രോൾഡ് കാൽക്കുലേറ്റർ. ഓട്ടോമാറ്റിക് സീക്വൻസ് കൺട്രോൾഡ് കാൽക്കുലേറ്റർ. അപ്പൊ ഇതിന് നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഫുള്ളി ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ മെഷീനാണ്. ഫസ്റ്റ് ആയിട്ട് ഫുള്ള് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ. എപ്പോഴും മനുഷ്യൻ എന്റെ അടുത്തുണ്ടാവാൻ മറ്റു മെക്കാനിക്കൽ കമ്പ്യൂട്ടറിന്റെ അടുത്ത് ഇത് ഫുള്ളി ആദ്യത്തെ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു കാൽക്കുലേറ്റർ ആണ്. ഫസ്റ്റ് ഫുള്ളി ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ ആണ് നമ്മുടെ Mark 1 അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് സീക്വൻസ് കൺട്രോൾഡ് കാൽക്കുലേറ്റർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫുള്ളി ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കൂടാതെ ടേബിൾ റെഫറൻസ് വേണം. ടേബിൾ റെഫറൻസ് എല്ലാത്തിനും പറ്റിയ ഒരു കമ്പ്യൂട്ടറാണ്. അപ്പൊ ഇതൊരു ഇലക്ട്രോണിക് കമ്പ്യൂട്ടറും അല്ല, മെക്കാനിക് കമ്പ്യൂട്ടറും അല്ല. വേണമെങ്കിൽ നമുക്ക് ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കാൽക്കുലേറ്റർ എന്ന് പറയാം. ഇലക്ട്രോ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ എന്ന് പറയാം. ഇലക്ട്രോ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ. അപ്പൊ ഇത് Mark 1 എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ Mark 1 എന്ന് പറയുന്നത് മറ്റൊരു പേര് ഓട്ടോമാറ്റിക് സീക്വൻസ് കൺട്രോൾഡ് കാൽക്കുലേറ്റർ എന്ന് പറയുന്നു. ഹൊവാർഡ് ഐക്കൺ ആണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഫുള്ളി ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റിംഗ് മെഷീൻ എന്ന് അറിയപ്പെടുന്നു. അതുപോലെ ഇത് നമുക്ക് ഇതാണ് ആദ്യത്തെ ഫുള്ള് കാൽക്കുലേറ്റിംഗ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റിംഗ് മെഷീൻ. അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത ഈ അഡീഷൻ സബ്സ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ കൂടാതെ ഇതിന് ടേബിൾ റെഫറൻസ് ഇത് നടക്കും. പിന്നെ ഇതൊരു ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ ആണെന്ന് നമുക്ക് പറയാം. Mark 1 കമ്പ്യൂട്ടറിനെ കുറിച്ച് ഇപ്പൊ ഏകദേശം എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കേണ്ടത് ABC എന്ന് പറയുന്ന കമ്പ്യൂട്ടറാണ്. ABC ആ കമ്പ്യൂട്ടർ അറിയപ്പെടുന്നത് ABC എന്നാണ്. ആ ABC എന്ന് വെച്ചാൽ അറ്റാനോസ് ഓഫ് ബെറി കമ്പ്യൂട്ടർ. അറ്റാനോസ് ഓഫ് ബെറി കമ്പ്യൂട്ടർ എന്താണ് അറ്റാനോസ് ഓഫ് ബെറി കമ്പ്യൂട്ടർ. അറ്റാനോസ് ഓഫ് ബെറി കമ്പ്യൂട്ടർ അത് 1935 1942 കാലഘട്ടത്തിൽ 1935 1942 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കമ്പ്യൂട്ടറാണ് ABC കമ്പ്യൂട്ടർ. ABC അറ്റാനോസ് ഓഫ് ബെറി കമ്പ്യൂട്ടർ. അറ്റാനോസ് ഓഫ് ബെറി കമ്പ്യൂട്ടർ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ENIAC-നെ കുറിച്ചാണ്. വളരെ പ്രാധാന്യം കമ്പ്യൂട്ടർ രംഗത്ത് വളരെ നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് മെക്കാനിക്കൽ കമ്പ്യൂട്ടറുകളെ കുറിച്ചായിരുന്നു. ഇനി നമ്മൾ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ പല പരീക്ഷകൾക്കും ചോദിക്കാം. ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഏതാണ്? ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ അതിനുള്ള ഉത്തരമാണ് ENIAC. ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ENIAC. ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ENIAC. ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ENIAC. ENIAC-ന്റെ ഫുൾ ഫോം എന്താണ്? ഇലക്ട്രോണിക് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ന്യൂമറിക്കൽ. ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഏതാ? ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ആണ് ENIAC. ഇനിയുള്ളതെല്ലാം ഇലക്ട്രോണിക് കമ്പ്യൂട്ടറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ENIAC. ENIAC-നെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വളരെ ഹ്യൂജ് ആണ്, വളരെ വലുതാണ്. 800 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടോളം വരും ENIAC എന്ന് പറയുന്ന കമ്പ്യൂട്ടർ. അതില് ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രോണിക് സാധനം അന്ന് കിട്ടുന്ന ഇലക്ട്രോണിക് സാധനമായ വാക്യൂം ട്യൂബുകളായിരുന്നു. നമ്മൾ വാൽവ് റേഡിയൊക്കെ കണ്ടില്ല. അതുപോലെ എന്നുവെച്ചാൽ ഒരു സാധാരണ ഒരു ബൾബ് പോലത്തെ എത്ര വലിപ്പം കാണും ഒരു വാക്യൂം ട്യൂബ്.
അപ്പൊ വാക്യൂം ട്യൂബ് അങ്ങനത്തെ 19,000-ഓളം 19,000 വാക്യൂം ട്യൂബ് ഒരു നമ്മുടെ ENIAC ഒരു കമ്പ്യൂട്ടറിലുണ്ടായിരുന്നു. അത്രയ്ക്ക് വലിപ്പമുണ്ടായിരുന്നു, അത്രയ്ക്ക് ഹീറ്റ് ചൂടായിരുന്നു വാക്യൂം ട്യൂബ്. അപ്പൊ വാക്യൂം ട്യൂബ് അല്ലെങ്കിൽ തെർമിയോണിക് വാൽവ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് വാൽവ് ട്യൂബ് എന്നൊക്കെ അറിയപ്പെടുന്ന വാക്യൂം ട്യൂബ് ആയിരുന്നു അതിന്റെ പ്രധാന ടെക്നോളജി. അപ്പൊ അങ്ങനെയുള്ള ഒരു ഞാൻ പറഞ്ഞത് 800 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടോളം വലിപ്പം ഉണ്ടായിരുന്നു. നിങ്ങളത് ഭാവനയിൽ കാണണം. അപ്പൊ അതൊന്ന് ഓൺ ചെയ്യണമെങ്കിൽ തന്നെ 150 കിലോ വാട്ട് വൈദ്യുതി. നമുക്കിപ്പോ 200 വാട്ട് മതി, സാറിന് 200 വാട്ട് വെറും ഇത് 150 കിലോ വാട്ട് വൈദ്യുതി വേണമായിരുന്നു. അത്ര വലിയ കമ്പ്യൂട്ടർ, ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ENIAC. ഇന്ന് ആർക്കെങ്കിലും അത് വാങ്ങാൻ പറ്റുമോ? ഇന്നത്തെ കോടാനുകോടി രൂപ അന്നുണ്ടായിരുന്നു, അന്ന് വിലയുണ്ടായിരുന്നതാണ്, ഡോളർ വിലയുണ്ടായിരുന്നതാണ് ENIAC-ന്. അപ്പൊ ഇതിന്റെ ഫുൾ ഫോം ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. ഇത് പല പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ENIAC. അത് കഴിഞ്ഞ് വന്ന കമ്പ്യൂട്ടറാണ് EDSAC എന്ന് പറയുന്നത്. എന്താണ് EDSAC? EDSAC 1947 അതുപോലെ 47-49 കാലഘട്ടത്തിലാണ് EDSAC നിലവിൽ വന്നത്. അപ്പൊ EDSAC എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഈ EDSAC ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന EDSAC. ഇതാണ് ഫസ്റ്റ് സ്റ്റോർഡ് ഇൻസ്ട്രക്ഷൻ കമ്പ്യൂട്ടർ. ആദ്യത്തെ സ്റ്റോർഡ് ഇൻസ്ട്രക്ഷൻ അതിൽ തന്നെ സ്റ്റോർ ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ സ്റ്റോർഡ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് EDSAC. അപ്പൊ EDSAC എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. EDSAC ചുരുക്കെടുത്താണ് EDSAC. അതിന്റെ ഫുൾ ഫോം ആണ് ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം ആണ് EDSAC. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ സ്റ്റോറേജ് അല്ലെങ്കിൽ സ്റ്റോർഡ് ഇൻസ്ട്രക്ഷൻ കമ്പ്യൂട്ടർ ആണ് നമ്മുടെ EDSAC എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത കമ്പ്യൂട്ടറാണ് EDVAC. EDSAC എന്ന് പറയും. ENIAC, EDSAC, EDVAC. ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ EDVAC ഉണ്ടോ? ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഒന്നുകൂടി, ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ EDVAC. അപ്പൊ EDVAC-നെ പറ്റി നമുക്ക് എന്ത് പറയാം? EDVAC-നെ പറ്റി പറയാന്ന് നമുക്ക് ഇപ്പോഴത്തെ മോഡേൺ കമ്പ്യൂട്ടറുമായിട്ട് വളരെ സാമ്യമുള്ളതാണ്. അപ്പൊ രൂപം നൽകിയ ആളാണ് 1950 ഇത് ലിസ്റ്റ് ചെയ്യുന്നത്. രൂപം നൽകിയ ആളാണ് ജോൺ ഓൺ ന്യൂമാൻ. ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോ ജോൺ ഓൺ ന്യൂമാന്റെ ഒരു കിരീടം കൂടിയുണ്ട്. എന്താണ്? ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ. അപ്പൊ ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ ആര്? ജോൺ ഓൺ ന്യൂമാൻ. പക്ഷെ ചാൾസ് ബാബേജോ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ചാൾസ് ബാബേജ് മറന്നു വരുന്നത്. അതിന്റെ കൂടെ മോഡേൺ കൂടെ ചേർത്ത ജോൺ ഓൺ ന്യൂമാൻ. അപ്പൊ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ചാൾസ് ബാബേജ്, ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ ജോൺ ഓൺ ന്യൂമാൻ. അപ്പൊ അതേ എന്ത് ചെയ്തു? ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ can be stored in binary form. Data and instruction can be stored in the binary form. അപ്പോ ഇന്നത്തെ ഹ്യൂമൻ ബീയിങ്സ് ഉപയോഗിക്കുന്ന ഡെസിമൽ ഫോമിൽ നിന്ന് വ്യത്യസ്തമായി അതിന്റെ സ്ഥാനത്ത് പൂജ്യങ്ങളും ഒന്നും എല്ലാം അതിൽ സ്റ്റോർ ചെയ്യുന്നത് പൂജ്യങ്ങളും ഒന്നും. ഇന്നത്തെ കമ്പ്യൂട്ടറും എല്ലാം സ്റ്റോർ ചെയ്യുന്നത് അതിൽ 0യും 1ഉം ആയിട്ടാണ്. 0യും 1ഉം ആയിട്ടാണ് എല്ലാം നമ്മളിപ്പോ അതില് ഇപ്പൊ ഇന്നത്തെ കമ്പ്യൂട്ടർ ആയിരുന്നാലും പാട്ടായിരുന്നാലും വീഡിയോ ആയിരുന്നാലും
വീഡിയോ ആയിരുന്നാലും പാട്ടായിരുന്നാലും ചിത്രങ്ങളായിരുന്നാലും അക്കങ്ങളായിരുന്നാലും അക്ഷരങ്ങളായിരുന്നാലും എല്ലാം പൂജ്യങ്ങളും ഒന്നുകളാണ്. 8 സ്റ്റോർ ചെയ്യുന്നത് 1000 എന്നാ. അപ്പൊ ഇങ്ങനെ ഈ പൂജ്യങ്ങൾ നമ്മൾ ബൈനറി ഫോം എന്ന് പറയുന്നത്, ബൈനറി ഫോം മെഷീൻ ലാംഗ്വേജ് എന്ന് പറയും ബൈനറി ഫോം. അപ്പൊ ആദ്യമായിട്ട് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ദി ഫോം ഓഫ് ബൈനറി, അല്ലെങ്കിൽ ബൈനറി ഫോമിലേക്ക് സ്റ്റോർ ചെയ്യുന്ന ആ കമ്പ്യൂട്ടർ. അപ്പൊ അദ്ദേഹത്തിന് എന്റെ പേരാണ്, ആ കമ്പ്യൂട്ടറിന്റെ പേരാണ് ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. അപ്പൊ ഈ കമ്പ്യൂട്ടറിന്റെ ഇതിന് ജോൺ വോൺ ന്യൂമാൻ ആണ് രൂപകൽപ്പന നൽകിയത്. ഈ ജോൺ വോൺ ന്യൂമാൻ ഒരു കീഴ് കൂടിയുണ്ട്. എന്താണ് അദ്ദേഹം അറിയപ്പെടുന്നത്? ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ. നമുക്ക് പഠിക്കേണ്ടത് യൂണിവാക്ക്. യൂണിവാക്ക്. അപ്പൊ സാധാരണ യൂണിവാക്ക് ഈ യൂണിവാക്ക് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ അക്ഷരത്തിനും നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ഫോം ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇതിനെ നമുക്ക് ഇവിടെ വരെ വന്നു യൂണിവി വരെ. യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ, യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്നാണ് അറിയപ്പെടുന്നത്. യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. അപ്പൊ യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത എന്താണ്? അത് ഈ പറയുന്ന ഇലക്ട്രോണിക് കമ്പ്യൂട്ടറിന്റെ കൂട്ടത്തിൽ വരുന്നതാണ്. ഇതിന്റെ ഇത്രയും 1951 ഇതാണ് ഈ കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ച യൂണിവാക്കിന്റെ ഫുൾ ഫോം ശ്രദ്ധിക്കുക. ഓരോ അക്ഷരത്തിനും ഫുൾ ഫോം ഇല്ല. UNIV യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഇതോടുകൂടി കമ്പ്യൂട്ടറിന്റെ ഹിസ്റ്ററി ഉണ്ടാകുന്നു. നാളത്തെ ക്ലാസ്സില് കമ്പ്യൂട്ടറിന്റെ ജനറേഷൻ നമുക്ക് പഠിക്കാം.